ഇപ്പോൾ നിങ്ങൾ ആമസോൺ ഫയർ TV സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് റിമോട്ട് യൂസ് ചെയ്യൽ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തേക്കാം. ചിലപ്പം ടൈപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സാധാരണ സ്മാർട്ട് ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന പോലെയല്ല, ഓരോരോ ലെറ്റേഴ്സ് നമ്മൾ സ്ക്രോൾ ചെയ്ത് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം അലക്സ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഗൂഗിളിന്റെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഐഫോണിൽ വരുന്ന സിരി ഒക്കെ പോലെ തന്നെയാണ്. അതുപോലെ നമുക്ക് വോയിസ് വെച്ചിട്ട് ഈ ഒരു ഡിവൈസ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ആമസോൺ ഫയർ TV സ്റ്റിക്ക് വോയിസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ അലക്സ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആമസോൺ ഫയർ TV സ്റ്റിക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ റിമോട്ട് എടുക്കുക. റിമോട്ട് എടുത്താൽ ഇവിടെ മുകളിൽ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ബട്ടനാണ്. ഈ ഒരു ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പം ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അലക്സ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ഇത് വിടാതെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കണം. ലോങ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് ഫൈൻഡ് 300 മൂവി. ഇപ്പം ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു മൂവി ഓട്ടോമാറ്റിക് ആയിട്ട് അവർ സെർച്ച് ചെയ്തിട്ട് ആ ഒരു മൂവി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവി പ്ലേ ചെയ്യാവുന്നതാണ്. ഇപ്പം വേറൊരു എക്സാമ്പിളിൽ ഞാൻ ഇതിൽ ലോങ് പ്രസ് ചെയ്തിട്ട് പറയാണ് ഫൈൻഡ് ലേറ്റസ്റ്റ് മലയാളം മൂവീസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ലീവ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ലീവ് ചെയ്താൽ ആ ഒരു കാര്യം സെർച്ച് ആവുന്നതായിരിക്കും. ഇപ്പം ഇവിടെ സെർച്ച് ആയ കാര്യം മുകളിൽ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് മലയാളം മൂവീസ് എന്നാണ് സെർച്ച് ആയത്. അപ്പം ചില ആപ്പുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ കുറച്ച് മൂവീസും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു ഇതിന്റെ ആപ്പ് സെക്ഷനിലൊക്കെയാണ് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇതുപോലുള്ളതിലൊക്കെയാണ് സെർച്ച് ആവുന്നത്. ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് ആപ്പുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓപ്പൺ യൂട്യൂബ് അത് പറഞ്ഞിട്ട് ഞാൻ ഇത് ലീവ് ചെയ്യാണ്. അത് പറഞ്ഞ് ലീവ് ചെയ്താൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇപ്പം യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് പറയേണ്ടത് സെർച്ച് ഫോർ ലേറ്റസ്റ്റ് മൂവീസ് ഇൻ യൂട്യൂബ്. അത് പറഞ്ഞിട്ട് ഇത് ലീവ് ചെയ്യുക. ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലേറ്റസ്റ്റ് മൂവീസ് എന്നുള്ളത് ഇതിൽ സെർച്ച് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കഷ്ടപ്പെട്ട് ഓരോന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കാര്യം പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആമസോൺ ഫയർ TV സ്റ്റിക്ക് വോയിസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആമസോൺ ഫയർ TV സ്റ്റിക്കിൽ അലക്സ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.